നവാസിൻ്റെ ഈ നമ്മൾ പ്രോഗ്രാമിലൊക്കെ കുറേ ഫീമെയിൽ വോയിസിൽ നവാസ് പാടുന്നുണ്ട്. പിന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ കേട്ടിട്ടുണ്ട്. ദാസേട്ടനും ജാനകിയമ്മയും കൂടി പാടുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വേറെ ഏതെങ്കിലും ഒരു തമിഴ് വേർഷൻ എന്തെങ്കിലും പാടുന്നു? മലയാളം അല്ലാതെ. മലയാളം കുറേ കേട്ടു. അതെ ശരിയാണ്. ഞാനൊരു ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ SPB പാടിയ ജാനകിയമ്മയും കൂടി ഒരുപാട് നല്ല പാട്ടുകൾ പാടി. പക്ഷേ അതൊക്കെ ഭയങ്കര ലെവലാണ്. ശരിക്കും പറഞ്ഞാൽ ജാനകിയമ്മയുടെ പിച്ചൊന്നും മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരാൾക്കും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹൈ പിച്ചിലാണ് അവർ പലതും. അവർ പൊതുവെ അവരുടെ കിളി പോലത്തെ ശബ്ദമാണ്. അപ്പോൾ അങ്ങനൊരു കുറച്ച് ബേസ് വന്നിട്ടുള്ളൊരു പാട്ട് എനിക്ക് തോന്നുന്നത് എന്തൻ നെഞ്ചിൽ എന്ന് പറഞ്ഞ സംഭവം. അത് വെറുതെ മൂളാം, ജസ്റ്റ് 2 വയസ്സ്. എന്തൻ നെഞ്ചിൽ നീങ്കാതെ തെன்றൽ നീതാനാ എണ്ണം എങ്കും നീ പാടും തിരുതിരുതില്ലാനാ എന്തൻ നെഞ്ചിൽ നീങ്കാതെ തെன்றൽ നീതാനാ എണ്ണം എങ്കും നീ പാടും തിരുതിരുതില്ലാനാ இசையின் சூரங்கள் தேனா இசைக்கும் குயில் நீதானாவா இந்த நெஞ்சில் நீங்காது தென்றல் நீதானா எண்ணம் எங்கும் நீ பாடும் திருதில்லானா மழையில் தனையும் மார்கழிப்பூவே என்னை நீ பிறந்தாரேதொரு வாழ்வே எனக்கென்ன பிறந்தவள் நானா நிலவுக்கு துணை இந்த வானா வாழ்ந்தேனே உறவாக நின்றா வந்தாயே உறவாக நின்னா எந்த நெஞ்சில் எந்த நெஞ்சில் நீங்காது தென்றல் நீதானா எண்ணம் என்றும் நீ பாடும் திருதில்லானா. ഇനി നവാസ, ഈ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറയുന്ന സെഗ്മെൻ്റാണ്. അതായത് നമ്മൾ കേട്ട് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ടച്ച് ചെയ്ത് പോയിരിക്കുന്ന സംഭവങ്ങൾ, സിനിമയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഓർമ്മ. എൻ്റെ അടുത്ത് പലവരും പറയാറുണ്ട്, നവാസ് ഒരു സിനിമാക്കാരനായല്ലേ. ഇത് എനിക്ക് മാത്രമല്ല പലവർക്കും പറ്റാനുള്ള സംഭവം. അപ്പോൾ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ വളരെ സ്പീഡിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കാത്ത ചില കാര്യങ്ങളായി. ഇപ്പോൾ നിങ്ങൾ വളരെ പ്ലാൻഡ് ആയിട്ടായിരിക്കും അത് ചോദിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, മറ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട പല പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ വല്ല മറന്നുപോയിട്ട് അതിൻ്റെ ഒരു വിഷമം മറ്റുള്ളവർ പ്രകടിപ്പിച്ചിട്ട് വളരെയായിട്ട് വേദനിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം പലപ്പോഴും നമുക്ക് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് അറിയാതെ ഇതായി പോകുന്നതാണ്. ചില ആളുകൾ മുമ്പിൽ വന്നിരുന്നിട്ട് പറയൂലേ, എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ നമ്മൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി അറിയാം എന്നാ പറ ആരാണ്. ഞാനത് പറയില്ല. അറിയില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഒന്ന് പറഞ്ഞതിൽ ഉപകാരം എന്ന് ഞാൻ പറയുള്ളൂ. പക്ഷെ ഞാൻ ഒരിക്കലും പിന്നെ എന്ന് പറയില്ല. എന്താ ഞാൻ പറയാൻ പറ്റില്ല. എനിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പം എന്നാ പറ ആരാ, അല്ല നമ്മൾ അന്ന് എന്ന് പറയേ. പിന്നെ അവസാനം നമ്മുടെ വായിൽ തെറിയും കേട്ട് അവൻ പറയണ്ട ഞാൻ പോയിക്കോളാന്ന് പറയുന്നത്. ചന്ദാമാമ എന്ന് പറയുന്ന സിനിമയിൽ നല്ല ശക്തമായിട്ടുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതിന് മ്യൂസിക് ഡയറക്ടർ ഓർമ്മയുണ്ടോ? ഇല്ല. നമുക്ക് ഔസപ്പിച്ച സാറിൻ്റെ അടുത്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ സാറിൻ്റെ അടുത്ത് സോറി പറഞ്ഞു, ഔസപ്പിച്ചൻ. അതിൻ്റെ പ്രൊഡ്യൂസർ ഓർമ്മയുണ്ടോ? ചന്ദാമാമ. പ്രേമൻ, തൊടുപുഴ പ്രേമചേട്ടനും പിന്നെ സാബു ചെറിയ. മാട്ടുപ്പെട്ടി മച്ചാൻ എന്ന സിനിമയുടെ ക്യാമറമാൻ. മാട്ടുപ്പെട്ടി മച്ചാൻ അനിൽ ഓർമ്മയില്ല. ഇവിടെ വെച്ച് ശ്രീശങ്കറിൻ്റെ അടുത്ത് സോറി പറയണം. ശ്രീശങ്കർ ആയിരുന്നില്ലേ? സോറി. ഓക്കെ. ചന്ദാമാമയുടെ പാട്ടിൻ്റെ കാര്യങ്ങൾ മ്യൂസിക് ഡയറക്ടർ അറിയില്ല, ലിറിക്സ് റൈറ്റർ അറിയോ? മ്യൂസിക്കാണ് നമ്മൾ ആദ്യം ഓർത്തിരിക്കേണ്ടത്. അതറിഞ്ഞില്ലെങ്കിൽ പറ്റുന്ന ഓർക്കേണ്ട കാര്യമില്ല. സാറെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഉരുകയാണ്. കാരണം ഔസേപ്പൻ സാറിൻ്റെ ഒരു പാട്ടും നമ്മൾ മറന്നു പോകാൻ പാടില്ല. പക്ഷെ ഞാൻ പറയില്ല, ഇപ്പം പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഉള്ളൊരു
സംഭവം. കാരണം നമ്മൾ അതിനകത്തൊരു പാട്ടിൻ്റെ സെക്ഷനിലേക്ക് അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കാം അതിൻ്റെ. നമ്മൾ ആക്ടിങ്ങിൽ ശ്രദ്ധിച്ചു, പാട്ടിൽ ശ്രദ്ധിച്ചില്ല. അതും നന്നായില്ല. കൈതപ്രമാണ് ലിറിക്സ്. ഓക്കെ. ABCD സിനിമ ഈ അടുത്ത ദിവസം അഭിനയിച്ചാണ്. അപ്പോൾ അതിലെ കഥാപാത്രത്തിൻ്റെ പേര് ഓർമ്മയുണ്ടോ? കഥാപാത്രത്തിൻ്റെ പേരില്ല ശരിക്കും അതിനകത്തൊരു, അങ്ങനെ ഒരു പേര് പറയുന്ന സിറ്റുവേഷനില്ല. പക്ഷേ ഡബ് ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു നവാസ് എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ഒരു ടൊവിനോ എന്ന് പറഞ്ഞ ക്യാരക്ടർ, രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം എൻ്റെ പേര് തന്നെയാണ് വിളിക്കുന്നത്. ഈ ABCDയുടെ പ്രൊഡ്യൂസറുടെ പേരറിയാം? ഷിബു തമൻസ്. വീരപുത്രൻ എന്ന സിനിമ PT കുഞ്ഞു മുഹമ്മദിൻ്റെ, അതിൻ്റെ നിർമ്മാതാവ് ITL സിദ്ദിഖ് അഹമ്മദ്. വീരപുത്രൻ്റെ നായികനെ ഓർമ്മയുണ്ടോ? നായകൻ എനിക്ക് അറിയാം അവർ, പക്ഷേ പേര് ഓർക്കുന്നില്ലെങ്കിലും അവർ അനന്തഭദ്രത്തിലെ നടിയുടെ സിസ്റ്ററാണ്. പേര് നിങ്ങൾക്കിതൊന്നും അറിയില്ലേ? എൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാണോ? ഞങ്ങൾക്ക് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. റീമാസൻ. റീമാസൻ്റെ റീമ മാരുതി അനിയത്തി. റീമാസൻ്റെ അനിയത്തി. മീനാക്ഷി കല്യാണത്തിൽ അഭിനയിച്ചു. ഞാനായിരുന്നു അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നില്ല. അതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ചും ചോദിക്കില്ല. ഇല്ല, നിർമ്മാതാവ് മീനാക്ഷി കല്യാണം നിർമ്മാതാവ് ഒരു കണ്ണൻ, നമ്മുടെ മീനാക്ഷി കല്യാണം സോറി മിലഞ്ചലിലും പിന്നെ ഒരാൾ കൂടി ഉണ്ട്. മിലഞ്ചലിയിൽ ദേവി റാഫേൽ. പ്രിൻസ് റാഫേൽ. ജൂനിയർ മാൻഡ്രാക്കിൽ കലാഭവൻ നവാസിൻ്റെ പേര്, കഥാപാത്രത്തിൻ്റെ പേര്? 2 പേര് എനിക്ക് കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് ജൂനിയർ മാൻഡ്രാക്ക് ചെയ്ത സമയത്ത് മറ്റേ പ്രദീപ് എന്നൊരു പേര് പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഏത് പേര്? അല്ലല്ല, അതന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് വന്നല്ലോ. അപ്പോൾ അതൊരു ഭാഗ്യമാണ് കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം സീനിയർ മാൻഡ്രാക്ക് വന്ന സമയത്ത് 3-4 സീനുണ്ട് ഞാനതിൽ. ചേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുന്ന, ജയശേട്ടൻ വരുന്ന സമയത്ത്. അപ്പോൾ അതിനകത്ത് വേറെന്താ പേര്? ശരി, സന്ദീപ് എന്നാണ്. നവാസ് വളരെ ഒരു നല്ല വേഷം ചെയ്തൊരു സിനിമയാണ് ചട്ടമ്പിനാട്. ചട്ടമ്പിനാട് ഓർമ്മയുണ്ടോ? ആ സിനിമയുടെ ഷൂട്ടിംഗ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ഉണ്ട്. ആരാണ്? ചട്ടമ്പിനാട് ക്യാമറമാൻ സന്തോഷ് വർമ്മ. അല്ല, സോറി, ഞാൻ പറയാം. എമ്മിലാ തുടങ്ങുന്നത്. അതന്നെ, മനോജ് പിള്ളൈ. ചക്കരമുത്ത് സിനിമയിൽ ദിലീപിനോടൊപ്പം നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതിൻ്റെ പ്രൊഡ്യൂസർ ചക്കരമുത്ത് 7 ആർട്സ്. ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്ന സിനിമയിൽ നവാസിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്? കഥാപാത്രത്തിന് പേരുണ്ടോ? അതിൽ പേര് ഇല്ല, പേര് പറയുന്നില്ല. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഹിറ്റ്ലർ ബ്രദേഴ്സിൽ ആ കൊടകരയിൽ പേര് പറയുന്നില്ല അല്ലേ? നിൻ്റെ പേരെന്താന്ന് ആരെങ്കിലും ഒരാൾ ചോദിക്കുന്നുണ്ട്. അതിലൊരു കഥാപാത്രം, ഒരു പോലീസ്. യെസ്, മോനായി എന്നല്ല, ഇതിൻ്റെ പേരെന്താ? നവാസ്. അല്ലല്ല, നവാസ് അല്ലേ പറഞ്ഞത്? അല്ലല്ല, മോനായി എന്ന് പറഞ്ഞാൽ മോനായാലും ശരി മോളായാലും ശരി അതിൻ്റെ കൗണ്ടർ ഉണ്ട്. മോനായി എന്നാണ്. ചക്രമുത്തിൻ്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ചക്രമുത്തിൻ്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ആളെ ഓർമ്മയുണ്ട്. ഒരു തമിഴ് ക്യാമറമാനാണ്. കാരണം ഇവിടെ ഈ ഇൻ്റർവ്യൂ കാണൂല, അവിടെ തമിഴ്നാട്ടിലേക്ക് ഡബ് ചെയ്താൽ കിട്ടിയൊരു രാജരത്നം. ഹിറ്റ്ലർ ബ്രദേഴ്സിൻ്റെ ക്യാമറമാൻ ഓർമ്മയുണ്ടോ? ഇല്ല. മധു അടൂർ. ഓക്കെ. അപ്പോൾ നമുക്ക്, കാരണം നവാസ് നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഇങ്ങനെ അല്ല, പെട്ടെന്ന് ചോദിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. നമ്മൾ ഈ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ പറയുക, ഈ ഡയറക്ടറൊക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് പറയും, അപ്പോഴേ ക്യാമറമാനൊക്കെ ചോദിക്കും പെട്ടെന്ന്. അതിനകത്ത് വേറെ കാര്യമുണ്ട്. 2 രീതിയിൽ എടുക്കുന്ന ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് മൊത്തം പഠിക്കുന്നവരുണ്ട്. നമ്മൾ ആദ്യം തുടക്ക സമയത്ത് തന്നെ ആരാണ് ഇതിൻ്റേത്, അതാരാണ്, സ്റ്റിൽ ആരാണ്, കോസ്റ്റ്യൂം ആരാണ്, അങ്ങനെ പഠിച്ചു വരുന്ന കുറേ ആളുണ്ട്. നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ വന്ന് പരിചയം കൊണ്ട് ഓർത്ത് വയ്ക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് കുറച്ച് പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ
ഇത് ഇന്ന ആളാണ്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഈ പടം ഇപ്പോൾ ഹിറ്റ്ലർ പ്രദേശ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ തുടക്കത്തിലുള്ള പടങ്ങളാണ്. ഇപ്പോൾ ഈ ചന്ദമാമ പോലും, ചന്ദമാമയിൽ പക്ഷേ ഞാൻ മ്യൂസിക് ഡയറക്ടർ എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷെ അതല്ലാത്ത മറ്റുള്ള ഡയറക്ഷൻസ് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല പലതും. എനിക്ക് നവാസ് ഇവിടെ സ്റ്റാർ റാങ്കിങ്ങിലെത്തിയപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നവാസ്. അപ്പം നവാസ് ഈ ഒരു പ്രോഗ്രാമിൽ വരണമെന്നുള്ളത് എൻ്റെ കൂടി ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ പലപ്പോഴും നവാസിനോട് പറയാറുണ്ട് കാണുമ്പോൾ ഈ സ്റ്റാർ റാങ്കിങ്ങിലൊരു ദിവസം വരണം. ഇപ്പോൾ ഏതായാലും ഇന്ന് നവാസ് എത്തി. കുറേ നേരം നമ്മളോടൊപ്പം ഇങ്ങനെ ചിലവഴിച്ചു. കുറേ നല്ല നല്ല കാര്യങ്ങൾ, നവാസിൻ്റെ പല കഴിവുകൾ നവാസ് ഇതിലും വലിയ കലാകാരനാണെന്നുള്ള കാര്യം അറിയാം. പക്ഷേ എന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ വീണ്ടും കണ്ടു. ഇനി നവാസിന് പ്രേക്ഷകരോട് ഈ സ്റ്റാർ റാങ്കിങ്ങിലൂടെ എന്താണ് പറയുന്നത്? സ്റ്റാർ റാങ്കിങ്ങിനെ കുറിച്ച് തന്നെ പറയാം. അതായത് എനിക്ക് ഇപ്പോൾ നിലവിൽ വരുന്ന ഷോകളിൽ വളരെയേറെ അട്രാക്റ്റീവായിട്ട് തോന്നി, നമ്മൾ സത്യസന്ധമായിട്ട് തോന്നിയൊരു പ്രോഗ്രാമാണ്. കാരണം നമുക്ക് പല ചാറ്റിംഗ് ഷോയും പിന്നെ തമാശകളും ഒക്കെ മാത്രമായിട്ടുള്ള പരിപാടികൾ പലതും വരാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് എന്ന് ഞാൻ പലതും പങ്കെടുത്തിട്ടുണ്ട്. എന്തിനാണിത് എന്ന് നമ്മളറിയാത്ത കുറേ ആളുകൾ ഇരുന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഷോ കഴിയുമ്പോൾ ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫാമിലി വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു, അവനവൻ്റെ കാര്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ അതിനകത്തൊരു ഡീസൻസി ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ചാടി തമാശ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നതും ഇതിനകത്ത് പറയാൻ മടിക്കുന്ന, അതല്ലെങ്കിൽ എന്തെങ്കിലും പറയണം എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സ്റ്റാർ റാഗിങ് ആയിട്ട് ഞാൻ ഇതിനെ കാണുന്നില്ല. കാരണം ഇത് കുറച്ചുകൂടി ജെന്യുവനായിട്ട് പോകുന്നൊരു ഷോയാണ്. ഫ്രണ്ട്ലി. അതിൻ്റെ അപ്പുറം തന്നെ നാഷ്ക, ഇപ്പോൾ ഈ നമ്മൾ പേഴ്സണലായിട്ടുള്ള ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളൊരു വേദിയും കൂടിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ അതിനു മുമ്പ് ഇത്തരം ഒരു പ്രോഗ്രാമായിട്ട് ഇരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ വന്ന പോലെ തന്നെ പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന, ഞാൻ ബഹുമാനിക്കുന്ന നാഷ്കയുടെ കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഇതാണ് എനിക്ക് വരേണ്ട സമയത്തായിരിക്കാം. നവാസേ, ഇപ്പം നമ്മുടെ ഈ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുമ്പോൾ നവാസ് കോബ്രയിലൊരു പാട്ട് പാടിയില്ല, കോബ്ര സിനിമയിൽ? അത് ഒരു ഭാഗ്യമാണ്. പിന്നെ അമ്മയുടെ ഒരു ഷോ കണ്ടിട്ട് ലാലേട്ടൻ എന്നെ വിളിക്കുന്നതാണ്. താരങ്ങളെ ഒപ്പം തന്നെ ഗായകരെ അനുകരിച്ചുള്ള ഒരു പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചാണ്. അപ്പോൾ ലാലു അലക്സിൻ്റെ ശബ്ദം അനുകരിച്ച് പാടാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ ഒരു മിമിക്രി പാടില്ല, പക്ഷേ പാട്ടിൻ്റെ പെർഫെക്ഷൻ പോകാൻ പാടില്ല. അങ്ങനെ അലക്സ് പോൾ സാറായിരുന്നു അതിൻ്റെ മ്യൂസിക്. അദ്ദേഹം അത് കേട്ടു, ഭയങ്കര ഇഷ്ടമായി. എനിക്ക് കുറേ സമയം തന്നു പഠിക്കാനായിട്ട്. ഞാനത് ഇഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം മമ്മൂക്കയുടെ പോർഷൻ കൂടി എന്നെ കൊണ്ട് തന്നെ പഠിപ്പിച്ചു. അപ്പോൾ അത് അത്യാവശ്യം ഒരു അറിയപ്പെട്ടൊരു പാട്ടായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടായിരുന്നു. എങ്കിൽ പിന്നെ നവാസ് പ്ലേ ബാക്ക് പാടിയ ആ പാട്ട് തന്നെ നമുക്കിന്ന് ഫൈനലിൽ റെഡി. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, ആ കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിളി പൈതങ്ങളുണ്ട്. കിളി പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്. ആരാണെന്നേ പറ പപ്പ, ആരാണെന്നേ പറ. എന്റെ നെഞ്ചിനുള്ളിൽ കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിളി പൈതങ്ങളുണ്ട്. കിളി പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്. മേലെ വിണ്ണിലെ മൂപ്പർക്കൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിൽ പോയതും ഇനി വരണതുമുണ്ട്. അതിലൊരു താളി തിരുഹിതമുണ്ട്, എനിക്കത് ചൊല്ലാൻ ഉൾവിളിയുണ്ട്. ഉടയവൻ വിധിച്ചവരുടെ പേരെനിക്കെന്റെ നാക്കിൻ തുമ്പത്ത് വന്നു നിപ്പുണ്ട്. ആരാണെന്നേ പറ പപ്പ, ആരാണെന്നേ പറ. എന്റെ നെഞ്ചിനുള്ളില് കാറ്റിലാടണ കൂടിരിപ്പുണ്ട്, കിളിക്കൂട്ടിനുള്ളിൽ രണ്ടിലങ്കിളി പൈതങ്ങളുണ്ട്. കിളി പൈതങ്ങൾക്കൊരു താലിക്കെട്ടുണ്ട്, തങ്ക താലിക്കെട്ടണ 2 പേരുണ്ട്.